നിങ്ങൾക്ക് വീട്ടിൽ ചെന്നാൽ നല്ല സമാധാനവും സന്തോഷവും ഉണ്ടാകണം. ലോകം മുഴുവൻ എന്തൊക്കെ ചെയ്താലും ശരി, വീട്ടിൽ വരുമ്പം ഭയങ്കര ബുദ്ധിമുട്ടാവില്ല. അതുകൊണ്ട് വീട്ടിൽ ചെന്നാൽ നല്ല സന്തോഷം സമാധാനം ഉണ്ടാകണം. അങ്ങനെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ആഗ്രഹിക്കുന്നില്ലേ? അതിനൊരു സൂത്രം ഞാൻ പറഞ്ഞുതരാം. അതിനൊരു സൂത്രമാണ് മലാക്കി പ്രവചനത്തിൽ 2-ാം അധ്യായം 13-14 വാക്യങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ മതി. 2-ാം അധ്യായം 13-14 വാക്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് എന്താണ് ദൈവം ആഗ്രഹിക്കുന്നത് അതങ്ങോട്ട് ചെയ്താൽ മതി. അതാണ് അതിൻ്റെ സൂത്രം. മലാക്കി 2-ാം അധ്യായം 13-14 വാക്യങ്ങൾ എന്താ പറഞ്ഞിരിക്കുന്നത്? വെരി സിമ്പിൾ, വെരി സിമ്പിൾ. നിങ്ങൾക്ക് ഇതുകൊണ്ട് ഗുണമുണ്ടാകുന്ന കാര്യം ഞാൻ പറയുള്ളൂ, ഇല്ലാത്ത കാര്യം ഒന്നും ഞാൻ നിങ്ങളോട് പറയില്ല. ഒന്ന് വായിക്കാവോ? മലാക്കി പ്രവചനം 2-ാം അധ്യായം 13. ഇതാണ് അതിൻ്റെ വചനം. ഇങ്ങനെയാണ്: നിങ്ങൾ ഇത് ചെയ്യുന്നു, അവിടുന്ന് നിങ്ങളുടെ കാഴ്ചകളെ പരിഗണിക്കുകയോ അവിടുന്ന് നിങ്ങളുടെ കാഴ്ചകൾ പരിഗണിക്കുകയോ അതിൽ പ്രസാദിക്കുകയോ ചെയ്യാത്ത, നിങ്ങളുടെ പ്രാർത്ഥനകളിൽ പ്രസാദിക്കുകയോ ചെയ്യാത്തതിനാൽ നിങ്ങൾ തേങ്ങിക്കരഞ്ഞ് എന്ന് പറഞ്ഞാൽ വാർത്ത നല്ല ആളുകളാണ്. അതുകൊണ്ടാണ് നിങ്ങൾ പള്ളി പോണത്, അതുകൊണ്ടാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്. നല്ല ആളുകളായതുകൊണ്ടാണ്. നിങ്ങൾ തേങ്ങിക്കരഞ്ഞ് കർത്താവിന്റെ ബലിപീഠം കണ്ണുനീരും കൊണ്ട് മൂടുന്നു. നമ്മുടെ വിഷയം ഇതാണ്: എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കണില്ല, എൻ്റെ ജീവിതത്തിൽ ഒന്നും നടക്കണില്ല, ഒരു ഉയർച്ച എനിക്ക് കിട്ടുന്നില്ല, ഒരു സന്തോഷം എനിക്കില്ല. ഇതെന്താ ഇത്? ഞാൻ ചത്ത് പണിയെടുക്കുന്നത്, എല്ലുമുറിയെ പണിയെടുക്കുന്നതല്ല, എന്ത് കാര്യം? പള്ളിയോട് അടുക്കും തോറും ദുരിതമാണല്ലോ വരണത്. ദൈവത്തോട് അടുത്തിട്ട് കാര്യമില്ല, ദൈവത്തോട് അടുക്കും തോറും കുരിശാ തരണത്. ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ് അല്ലേ? സത്യം പറ. മിണ്ടണില്ല. സത്യം പറ. ഇതാണ് നമ്മുടെ വിഷയം. നമുക്ക് എന്താ? പ്രാർത്ഥിച്ചിട്ട് അഭിവൃദ്ധിയില്ല, പ്രാർത്ഥിച്ചിട്ട് ഉയർച്ചയില്ല. ഇന്നലെ അടുത്ത വാക്യം വായിച്ചേ. എന്നാൽ നിങ്ങൾക്ക് ഉയർച്ചയുള്ള സൂത്രം ഞാൻ പറഞ്ഞുതരാം. അതാണ് ബൈബിൾ പറയണത്. വായിച്ചേ. എന്തുകൊണ്ട് അവിടുന്ന് ഇത് സ്വീകരിക്കുന്നില്ല? എന്തുകൊണ്ട് എൻ്റെ കാര്യത്തിൽ ദൈവത്തിന് ഇഷ്ടമല്ല എന്ന് നീ ചോദിക്കുന്നു. അടുത്തത്: ഉടമ്പടി അനുസരിച്ച് നിന്റെ ഭാര്യയും സഖിയും ആയിരുന്നിട്ടും നീ അവിശ്വസ്തത കാണിച്ച നിന്റെ യൗവനത്തിലെ ഭാര്യയും നീയും തമ്മിലുള്ള ഉടമ്പടി കർത്താവ് സാക്ഷിയായിരിക്കുന്നു എന്നതുകൊണ്ട് തന്നെ നിന്റെ ഭാര്യയും തമ്മിൽ, നീയും നിന്റെ ഭർത്താവും തമ്മിൽ ഒരു ഉടമ്പടി ഉണ്ടായിരുന്നു, ഒരു കവനന്റ്. അത് എന്താണ്? അത് ചവിട്ടി മെതിക്കപ്പെട്ട് കിടക്കുകയാണ്. അത് പഴയ പുതപ്പെടുത്ത് റോട്ടിയിട്ടിരിക്കുന്ന പോലെ എടുത്ത് വലിച്ചു കാട്ടിക്കളഞ്ഞിരിക്കുക. എന്നിട്ട് ആ തന്നിഷ്ടത്തിന് നടക്കുകയാണ് എന്ന് വിചാരിച്ചാൽ നിങ്ങളെല്ലാവരും വ്യഭിചാരത്തിന് പോകണമെന്നോ പരപുരുഷ ബന്ധത്തിന് പോകണമെന്നോ പരസ്ത്രീ ബന്ധത്തിന് പോകണമെന്നോ അല്ല അതിൻ്റെ അർത്ഥം. അതിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ കല്യാണം കഴിച്ചാൽ നിങ്ങളുടെ ഭർത്താവ് ആ വീട്ടിൽ വന്നിങ്ങനെ വിഷമിച്ചിരിക്കുക, അല്ലെങ്കിൽ ആ വീട്ടിൽ നിന്ന് പോകുമ്പോൾ വിഷമിച്ച് പോവുക. ഇതുണ്ടായാൽ മതി. നിങ്ങളുടെ ഭാര്യ, നിങ്ങൾ കല്യാണം കഴിച്ച നിങ്ങളുടെ ഭാര്യ വീട്ടിൽ വരുമ്പം ഒരു സന്തോഷമില്ലാതെ ഒരു ജീവശവം പോലെ ഇങ്ങനെ, ഒരു ജീവിതത്തിന് ഒരു സന്തോഷമില്ല. അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോഴും അങ്ങനെ വിഷമിച്ച് വേദനിച്ച് ഇറങ്ങിപ്പോവുക. നിങ്ങളുടെ ജീവിത പങ്കാളി ഇങ്ങനെ വേദനിക്കുകയും വിഷമിക്കുകയും ചെയ്യുന്നൊരു അന്തരീക്ഷമാണ് നിങ്ങളുടെ ജീവിതത്തിലുള്ളതെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പരീക്ഷ പാസ്സാകാൻ. എന്നാൽ ആ പുള്ളി നല്ല സന്തോഷിച്ചിരിക്കുകയെന്ന് വിചാരിക്കുക. കാര്യം ശരിയാണ്, ഭയങ്കര എന്താ പറഞ്ഞ ദുർമുഖൻ, മൂർഖ സ്വഭാവി, ഇങ്ങനെയൊക്കെയാണ്. എന്താ പറഞ്ഞ ഒരു സാധനമുണ്ട് ഇങ്ങനെ മരുഭൂമിയിലെ മുൾച്ചെടി പോലെ, കൈതമുള്ള പോലെയൊക്കെ ആയിരിക്കും. അങ്ങോട്ടും പിടിക്കാൻ പറ്റില്ല, ഇങ്ങോട്ടും പിടിക്കാൻ പറ്റില്ല. ഇങ്ങനെ നമ്മൾ അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ നിൽക്കേണ്ടി വരും. അങ്ങനത്തെ സ്വഭാവം തന്ന് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ഭാര്യയുടെ സ്വഭാവം അങ്ങനെ ആയിപ്പോയി, അല്ലെങ്കിൽ നമ്മുടെ ഭർത്താവിൻ്റെ സ്വഭാവം അങ്ങനെ ആയിപ്പോയി. എന്ത് ചെയ്യാൻ പറ്റും? അതിനെ പിടിക്കാതെ അവിടെ നിർത്തുക. പ്രൈസ് ദി ലോർഡ്. അങ്ങനത്തെ ഈ ദൈവ പൈതലിനെ, ദൈവത്തിൻ്റെ ഈ മകനാണത്, ദൈവത്തിൻ്റെ മകളാണതിരിക്കുന്നത്, അബ്രാഹത്തിൻ്റെ പുത്രിയാണത്. കളിക്കരുത്. ഈ അബ്രാഹത്തിൻ്റെ പുത്രീനെ മാനിക്കുക. പറ്റുമെങ്കിൽ അബ്രാഹത്തിൻ്റെ പുത്രിക്ക് ഇടയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി കൊടുക്കുക, തുണിയൊക്കെ അലക്കി കൊടുക്കുക. നിങ്ങൾ വിചാരിക്കും തീരെ മോശമാണ്. ഞാനങ്ങനെ വിചാരിച്ചിരുന്നത്. എനിക്ക് ഇതനുസരിച്ച് അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലെന്നാണ് വിചാരം. പക്ഷെ അങ്ങനെയല്ല. ഭർത്താവിനെ അതുപോലെ ചെയ്തു കൊടുക്കണം. ഭർത്താവിന് നല്ല സ്നേഹം അങ്ങോട്ട് കൊടുക്കുക, ഭാര്യയ്ക്ക് നല്ല സ്നേഹം അങ്ങോട്ട് കൊടുക്കുക. അന്ന് തൊട്ട് നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതം അങ്ങോട്ട് മാറും.
അന്ന് തൊട്ട് നിങ്ങളുടെ സാമ്പത്തിക ജീവിത മേഖലകൾ നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല അങ്ങോട്ട് വ്യത്യാസപ്പെടും. അന്ന് തൊട്ട് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ സമാധാനം കടലല പോലെ ഉയരും. ഇവിടെ നിന്ന് നിൽക്കില്ല, കടലല പോലെ ഉയരും. ഞാനത് നിങ്ങളോട് പറയാൻ കാരണം ബൈബിളിൽ അങ്ങനെ എഴുതിയിട്ടുള്ളതുകൊണ്ട് നിങ്ങളത് പ്രാക്ടീസ് നോക്കൂ. ഐ ചലഞ്ച് ചെയ്യും. നിങ്ങൾ ഈ ബൈബിൾ എഴുതിയിരുന്ന പ്രാക്ടീസ് നോക്കിയേ, സംഭവിച്ചിരിക്കും. കാരണം ഈ ബൈബിളിൽ എഴുതിയിരിക്കുന്ന ഓരോ വാക്കും അതുപോലെ സംഭവിക്കും എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ദൈവത്തിൻ്റെ ഓരോ വാക്കും സത്യം എന്ന് തെളിയും. ഞാൻ ഓർക്കുന്നുണ്ട്, ഷാജി എന്ന് പറഞ്ഞൊരു മനുഷ്യൻ. ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഇതൊന്നും പറഞ്ഞു കൊടുക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ഒരു ധ്യാനം കൂടിയപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി, എൻ്റെ ഭാര്യനെ സ്നേഹിച്ചാൽ എല്ലാം ശരിയാവും എന്ന് മനസ്സിലായി. അവസാനം മനസ്സിലായത് അതാണ്. ഞാൻ എൻ്റെ ഭാര്യനെ സ്നേഹിച്ചാൽ എനിക്ക് ദൈവത്തെ സ്നേഹിക്കാൻ പറ്റും, എൻ്റെ ഭാര്യനെ സ്നേഹിക്കാതെ എനിക്ക് ദൈവത്തെ സ്നേഹിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായി. അത് മനസ്സിലാക്കേണ്ടതിന് കുറേ കാലം കഴിയണം. ഇപ്പോഴൊന്നും മനസ്സിലാവുമെന്ന് തോന്നണില്ല. കുതിരപ്പുറത്ത് നിലത്ത് വീഴാതെ ഒരു രക്ഷയില്ല. കുതിരപ്പുറത്താ എന്നൊക്കെ പറഞ്ഞേ ഹല്ലേലൂയ. എൻ്റെ ഭർത്താവിനെ സ്നേഹിച്ചാലേ എനിക്ക് ദൈവത്തിൻ്റെ അടുത്ത് എൻ്റെ പ്രാർത്ഥന എത്തുന്നുള്ളൂ എന്ന് മനസ്സിലാക്കുന്നില്ല. ഇപ്പം നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മൾ മനസ്സിലാക്കാതെ നടക്കുകയാണ്. ദൈവം കാത്തിരിക്കുകയാണ് നിങ്ങൾ എത്രയും പെട്ടെന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ എന്ന് വിചാരിച്ചു. എൻ്റെ പേര് ഷാജി. ഞാൻ കണ്ണൂർ ജില്ലയിലെ മേരിഗിരി ഫൊറോന ചർച്ച് ഇടവയിൽപ്പെട്ട ആളാണ്. ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് വലിയൊരു ജീവിത സാക്ഷ്യമായിട്ടാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ വിവാഹിതനായിട്ട് 13 വർഷമായി. എൻ്റെ ഭാര്യയെ മര്യാദയ്ക്ക് സ്നേഹിക്കാൻ എനിക്ക് പറ്റിയിരുന്നില്ല. എന്ത് കാരണത്താലും ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ എന്തെങ്കിലും ഒരു കാരണത്തിൽ ഞാൻ അവളെ ചീത്ത വിളിക്കും. അങ്ങനെ ഞാൻ 2 പ്രാവശ്യം ഇവിടെ ധ്യാനത്തിനായിട്ട് വന്നു. വണ്ടയിൽ വന്നു, അഭിഷേക അഗ്നിമലയിൽ വന്നു. അപ്പോൾ എനിക്കൊരു അനുഗ്രഹം കിട്ടിയില്ലല്ലോ ദൈവമേ എന്ന് ഞാൻ ഒരനുഭവം ഇല്ല. അങ്ങനെ എൻ്റെ പ്രാർത്ഥനാ ലീഡറായ ജോർജേട്ടൻ എന്നോട് പറഞ്ഞു, ഷാജി, ഞാൻ നിന്നെ മധ്യസ്ഥ പ്രാർത്ഥനയിലേക്ക് ചേർക്കുകയാണ്, നിനക്ക് സാധിക്കുമോ എന്ന് ചോദിച്ചു. തീർച്ചയായിട്ടും ജോർജേട്ടാ, ഞാൻ മധ്യസ്ഥ പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കാൻ വരാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ മധ്യസ്ഥ പ്രാർത്ഥനയിലേക്ക് പോകാൻ വേണ്ടി, ഇങ്ങോട്ട് വരാൻ വേണ്ടി ഒരു ഡേറ്റ് പറഞ്ഞപ്പം എനിക്ക് നാട്ടിൽ ആശാരിപ്പണിയാണ്. അപ്പം എൻ്റെ പെങ്ങൾക്ക് ഡൽഹിയിലൊരു കടയുണ്ട്. അപ്പോൾ അവിടെ നിൽക്കാൻ വേണ്ടി എന്നോട് ചെല്ലാൻ പറഞ്ഞു. അപ്പോൾ എന്നാൽ പിന്നെ ഞാൻ അങ്ങോട്ട് പോയേക്കാമെന്ന് വിചാരിച്ച്, 10-20 വർഷമായി ഞാൻ ആശാരിപ്പണി ചെയ്യുന്നു. അപ്പം ഞാൻ അങ്ങോട്ട് പോയേക്കാമെന്ന് വിചാരിച്ച് ടിക്കറ്റെല്ലാം ബുക്ക് ചെയ്ത് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ജോർജേട്ടൻ പറയുന്നത്, ഈ മധ്യസ്ഥ പ്രാർത്ഥനയുടെ ഒരു ഡേറ്റ് 9-ാം തീയതിയാണ് തുടങ്ങുന്നത്. അപ്പം ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തത് 7-ാം തീയതിയാണ്. അപ്പം ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കൊന്നും അറിയില്ല. ഒന്നെങ്കിൽ ഞാൻ ആ ജോലിക്ക് പോകണം, അല്ലെങ്കിൽ ഞാൻ മധ്യസ്ഥ ഇതിലേക്ക് വരണം. അങ്ങനെ ഇരിക്കും ഞാൻ രണ്ടും കൽപ്പിച്ച് തീരുമാനിച്ചു, ഞാൻ എന്തായാലും മധ്യസ്ഥ പ്രാർത്ഥനയിലേക്ക് വരുന്നതേ ഉള്ളൂ. ഞാൻ ആ ടിക്കറ്റ് ക്യാൻസൽ ചെയ്ത് ഞാൻ മധ്യസ്ഥ പ്രാർത്ഥനയിലേക്ക് ധ്യാനത്തിനായി ഒരാഴ്ച തന്നെ വന്നു. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൻ്റെ ഒരു വലിയൊരു ഈശോയുടെ അനുഗ്രഹമാണ് എനിക്ക് ചൊരിഞ്ഞത്. ഞാൻ ആ ധ്യാനത്തിൽ പങ്കെടുത്ത് വീട്ടിലേക്ക് ചെന്നപ്പോൾ, പ്രിയപ്പെട്ടവരെ, എനിക്കറിയില്ല എൻ്റെ ഭാര്യയോടുള്ള ആ സ്നേഹം, എൻ്റെ മക്കളോടുള്ള ആ സ്നേഹം എനിക്ക് പ്രകടിപ്പിക്കാൻ കഴിഞ്ഞത്. അവളെ ആ ചീത്ത വിളിക്കുന്ന ദൈവമേ, ഞാൻ എൻ്റെ നാവ് കൊണ്ട് ഇത്രയും നാളെ ഞാൻ ചീത്ത വിളിച്ച് പോയല്ലോ എന്നറിയാതെ പറഞ്ഞു പോയി. അന്ന് ഇവിടുന്ന് പറഞ്ഞു, ഇതാ നിനക്ക് പറ്റിയ ഇണയാണ് നിനക്ക് ഞാൻ തന്നിരിക്കുന്നത്, നീ അവളുടെ കണ്ണുകളിലേക്ക് നോക്ക്, ഇതാ നിൻ്റെ കണ്ണുകളല്ലേ അവളുടെ കണ്ണുകൾ. പ്രിയപ്പെട്ടവരെ, ഞാൻ അറിയാതെ ഒത്തിരി നാളുകൾ അവളെ ചീത്ത വിളിച്ച് സ്നേഹക്കുറവ് കൊണ്ട് സ്നേഹിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ കർത്താവ് അതിൽ എന്നിൽ നിന്ന് എടുത്തു മാറ്റി. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ മഹത്വം, ഈശോ ആരാധന. കണ്ണൂരെന്ന് ഇത്രയും ദൂരം ഇവർ വന്ന് പ്രാർത്ഥന കൂടുക, അതിൽ ഇവരുടെ വലിയ ദുഃഖത്തിൽ ഒരു അന്തരീക്ഷത്തിൽ കണ്ടോ കർത്താവ് അവരെ സഹായിച്ചത് കണ്ടോ. മക്കളിവിടെ ഉണ്ടോ? ഹല്ലേലൂയ. ധ്യാനത്തിൽ വെച്ച് ഒരു അത്ഭുതകരമായ ഒരു ഡെലിവറൻസ് കർത്താവ് അങ്ങോട്ട് കൊടുത്ത് 1500 പേരുടെ ഒരു ധ്യാനം ഇവിടെ നടന്നായിരുന്നു. ആ ധ്യാനത്തിൽ അങ്ങോട്ട് കൂടി, അതിനകത്ത് വെഞ്ചിരിപ്പ് കാര്യങ്ങളൊക്കെ കൂടി അല്ലേ. അത് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ അച്ഛൻ പറഞ്ഞായിരുന്നു, അന്ന് ഈ ചീത്ത പറയുന്നവരുടെ നാക്കിൻ്റെ കെട്ട്
ഇടുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു നാക്കിന്. ഈശോ ആ ഒരു ബന്ധം ഇന്ന് കുറേ നാവിന് കെട്ടിടാൻ പോവുകയാണ്. നാക്കിനെ പിടിച്ച് കെട്ടിക്കളഞ്ഞു. എന്നൊക്കെ പറഞ്ഞ ഹാലേലൂയ ഹല്ലേലൂയ. കർത്താവ് എന്തായാലും അതിന് ശേഷമാണ് ഹൃദയം തെളിഞ്ഞു. ശരിക്കും ഭാര്യ പഴയത് ഭാര്യ തന്നെ, അതെ അതെ. പക്ഷെ എപ്പോഴും സ്വഭാവം കൊണ്ട് തെളിഞ്ഞു. ഭാര്യനെ കാണുമ്പം എന്തെന്നില്ലാത്തൊരു സ്നേഹം. ഈ കിണറ്റിൽ ഉറവേ ഇങ്ങനെ വരില്ല, അതേമാതിരി ഉള്ളിൽ നിന്നൊരു സ്നേഹം ഇങ്ങനെ വരിക. എല്ലാ ദിവസവും രാവിലെ പള്ളിയിൽ പോകാനുള്ള ഒരു കൃപയാണ് അതിലൂടെ എനിക്ക് കിട്ടിയിരിക്കുന്നത്. അങ്ങനെ ഭാര്യനെ സ്നേഹിക്കാൻ തുടങ്ങിയപ്പോൾ അടുത്ത കൃപ ഈശോ അങ്ങോട്ട് കൊടുത്ത് എന്ത്, ഡെയിലി ദേവാലയത്തിൽ പോകാനും. തൊട്ടടുത്ത് പള്ളിയുണ്ട്, പക്ഷെ എന്നാലും ഞാൻ പോവുകയല്ല. മുഷ്ടി പക്ഷേ ഇപ്പം എനിക്ക് അതിലേക്ക് ഈശോ വിളിച്ചിരിക്കുകയാണ് ദൈവം. നോക്കിയേ, കർത്താവ് വളരെ വളരെ പ്രകടമായി ഇടപെട്ടു. പ്രൈസ് ദി ലോർഡ്. കുട്ടികൾക്കെല്ലാം സന്തോഷമാണോ? സന്തോഷമാണ്. പപ്പ ഇപ്പൊ വീട്ടിൽ വന്നിട്ട് എങ്ങനെ, ശരിക്കും നല്ല പപ്പയാണോ? നല്ല പപ്പയാണ്. ഹല്ലേലൂയ. പഴയ വഴക്കൊക്കെ ഉണ്ടോ? ഇല്ല. ഇത്രയും കാലമായിട്ട് വീടിൻ്റെ തൊട്ടടുത്ത് 2 മിനിറ്റ് കിടന്ന പള്ളിയാണ്. പള്ളി പോവില്ല, പ്രാർത്ഥിക്കില്ല. പിന്നെയോ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് കയറിയല്ല, വീട്ടിൽ വന്ന തെറി. അതുകൊണ്ട് വൈഫിനും ജീവിതത്തിൻ്റെ സന്തോഷമില്ലായി, ഇദ്ദേഹത്തിനുമില്ല, സാമ്പത്തികമായി ഒന്നുമില്ല, പഠിക്കാനും പറ്റില്ല, പിള്ളേർക്ക് പഠിക്കാനും പറ്റുന്നില്ല. ഇതായിരുന്നു സ്ഥിതി. എന്നാൽ ആ ധ്യാനത്തിൽ വെച്ച് നല്ലൊരു ഡെലിവറൻസ് കൊടുക്കുന്നത് പിശാച് ഒഴിഞ്ഞു പോയി. തെറി പറയണ പിശാച് ഒഴിഞ്ഞു പോയി. പിന്നെ ആ നാവ് കൊണ്ട് തെറി പറയാൻ പറ്റുന്നില്ല. പിന്നെ മാത്രമല്ല, വൈഫിനെ സ്നേഹിക്കാനൊരു കൃപ അങ്ങോട്ട് കിട്ടി. വൈഫിനെ അന്ന് തൊട്ട് ആധ്യാത്മിക ജീവിതം അങ്ങോട്ട് മാറി. വൈഫിനെ സ്നേഹിക്കുന്ന കുടുംബജീവിതമുണ്ട്, അതവിടെ കിടക്കട്ടെ, അത് വേറെ ഭാഗത്ത് അനുഗ്രഹം പ്രാപിച്ചു. അതിനേക്കാളും അദ്ദേഹം പറഞ്ഞത് പിന്നെ ആധ്യാത്മിക ജീവിതം മാറി. പിന്നെ അദ്ദേഹം പ്രാർത്ഥിക്കുന്നതൊക്കെ ദൈവം മറക്കൾ ചെയ്യാൻ തുടങ്ങി. അദ്ദേഹത്തിന് പിന്നെ നല്ല പ്രാർത്ഥന അനുഭവമായി. പള്ളി പോകാൻ തോന്നുകയാണ്, കുർബാനയ്ക്ക് പോകാൻ തോന്നുന്നു, ദേവാലയത്തിലേക്ക് പോകാൻ തോന്നുന്നു. അദ്ദേഹത്തിന് പ്രാർത്ഥിക്കാനുള്ള ബ്ലോക്ക് മാറി.